പഴയ പോലെ ഇപ്പം അത്ര ചൂടും വെളിച്ചൊന്നും ഇല്ലാത്ത പോലെ അല്ലേ? സൂര്യൻ എന്തോ പറ്റിയിരിക്കണു. കടന്നലിന് വരെ സൂര്യന്റെ ശോഭ കെടുത്താൻ കഴിവുള്ള കാലാണേ. നമ്മൾ പലതും കാണേണ്ടിയും വരും, കേൾക്കേണ്ടിയും വരും. നമ്മുടെ കോംറേഡ്സിന്റെ ദ ബെസ്റ്റ് ക്യാപ്സ്യൂൾ എന്തുട്ടാ? പാർട്ടി ഒറ്റപ്പെട്ടും പിന്നോട്ടും പോകുമ്പോൾ ഇറക്കണ ക്യാപ്സ്യൂള്. കനലൊരു തരി മതി. അതെ, കോംറേഡ്സിനെ സംബന്ധിച്ച് ആ തരി മതി. പക്ഷെ നിലമ്പൂരിലെ ആ കനലൊരു തരി പല കീഴ്വഴക്കങ്ങളും തെറ്റിച്ചിരിക്കണു. കനൽ ആളിക്കത്തി, കൊത്തി കൊത്തി മുറത്തി കയറി കൊത്തി എന്ന് പറയണ പോലെ കത്തിച്ച് കത്തിച്ച് പാർട്ടിക്കൊന്നാകെ തീയിട്ടു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഒരു നിമിഷം ആഭ്യന്തര വകുപ്പ് വഹിക്കാനുള്ള യാതൊരു അർഹതയില്ല. ഒരർഹതയില്ല. അദ്ദേഹം ആ കാര്യത്തിൽ അമ്പേ പരാജയമാണ്. ഒരർഹതയില്ല. അദ്ദേഹം ആ കാര്യത്തിൽ അമ്പേ പരാജയമാണ്. ആ ഒരു ബോധം അൻവറേട്ടന് വന്നത് ചതി കിട്ടിയപ്പോഴാണ്. അതായത് താൻ പിതാവിനെ പോലെ കണ്ട മുഖ്യമന്ത്രി ചതിച്ചു എന്നാണ് ഇടറിയ മനസ്സോടെ അൻവറേട്ടൻ പറയണത്. എങ്ങനെയൊക്കെ ആ മനുഷ്യൻ എന്നെ ചതിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നത്. ഈ സംഭവത്തിന്റെ ആരംഭം എങ്ങനെയാ? അൻവറേട്ട, ആ മനുഷ്യൻ എന്ന് പറയണത് മുഖ്യമന്ത്രിയാ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. അപ്പോ ഇവിടെ പോലീസുമായി ബന്ധപ്പെട്ട പോലീസിന്റെ ഈ ഏകപക്ഷീയമായ വർഗീയപരമായ നിലപാടുകൾ കുറെ കാലമായി ഞാൻ ചോദ്യം ചെയ്യുന്നതാണ്. അനവധി തവണ ഞാൻ പാർട്ടിക്ക് കത്ത് കൊടുത്തില്ല. ഈ കേരളത്തിൽ ഇന്ന് നീതി കിട്ടാത്തവരാരാ? ഒന്ന് പാർട്ടി സഖാക്കളാണ്. പോലീസ് സ്റ്റേഷനിൽ ഒരു നീതിയും കിട്ടാത്തത്. രണ്ടാരാ? ന്യൂനപക്ഷങ്ങളാണ്. പിന്നെ ഒന്നും നോക്കിയില്ല, കാര്യങ്ങളൊക്കെ മൂപ്പർ ഒറ്റയ്ക്ക് അങ്ങോട്ട് അന്വേഷിക്കാൻ തീരുമാനിച്ചു. പോലീസിന്റെ ഭാഗത്തു നിന്ന് കാര്യമായ ഒരു നീക്കവും ഇല്ലാത്തതിന്റെ സ്ഥിതിയിൽ ഞാൻ തന്നെ ഒരു അന്വേഷണ ഏജൻസിയായി മാറി. വേറെ നിവൃത്തിയില്ല. അപ്പം ഞാൻ ഈ നടത്തിയ അന്വേഷണങ്ങൾ മുഴുവൻ എൻ്റെ ഫോണിൽ നിന്നാണ് വിളിച്ചത്. ഞാൻ വാട്സാപ്പിൽ വിളിക്കാൻ പോയിട്ടില്ല, ഡയറക്റ്റ് നമ്പറിലാണ് വിളിച്ചത്. കോൾ റെക്കോർഡ് ഉണ്ടാവും. അപ്പം ഇതെല്ലാം കളക്ട് ചെയ്തുകൊണ്ട് എന്നെ അജിത് കുമാർ പറഞ്ഞു കൊടുത്ത ആ സ്റ്റോറിയിലേക്ക് കൊണ്ടുവന്ന് എന്നെ പ്രതിയാക്കാൻ എന്ന് എനിക്ക് സത്യത്തിൽ ഈ പത്രസമ്മേളനം നടത്താൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിച്ചിട്ടില്ല. എന്ത് വിവാദം ഉണ്ടായാലും അന്വേഷണ കമ്മീഷനെ വെക്കണം പാർട്ടിക്ക്. പക്ഷെ ഇതത്ര രസിച്ചില്ല. അദ്ദേഹം എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടിനെ തുടർന്ന് അദ്ദേഹവുമായിട്ടുള്ള എല്ലാ ബന്ധവും CPM-ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉപേക്ഷിക്കേണ്ടി വരും. അൻവർ വലതുപക്ഷത്തിന്റെ കയ്യിലെ കോടാലിയായി മാറിയിരിക്കുന്ന സ്ഥിതിയാണ് കാണാൻ സാധിച്ചത്. ഞാൻ ഒരിക്കലും പാർട്ടിയെ ദുർബലപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടില്ല. അൻവറിന്റെ ഈ നിലപാടിനെതിരായി പാർട്ടിയെ സ്നേഹിക്കുന്ന മുഴുവൻ ജനങ്ങളും പാർട്ടി സഖാക്കളുമാകെ രംഗത്തിറങ്ങണം എന്നാണ് ആദ്യം തന്നെ ചൂണ്ടിക്കാണിക്കാനുള്ളത്. പാർട്ടിയുടെ പ്രവർത്തനത്തെക്കുറിച്ചോ അതിന്റെ സംഘടനാപരമായ രീതിയെക്കുറിച്ചോ പാർട്ടി നയങ്ങളെക്കുറിച്ചോ വ്യക്തമായ ധാരണ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ഈ ഇരിക്കുന്നതിൽ ഈ കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ മാർക്സും ആംഗിൾസും എഴുതിയത് വായിച്ച് പഠിച്ചിട്ട് വന്നവരൊന്നുമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അങ്ങനെയൊന്നും മാർക്സ് പാർട്ടി ലീഡർഷിപ്പിൽ തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ വേണ്ട. ഇതൊക്കെ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ്. പാർട്ടിയെ കുറിച്ച് അൻവറിന് ഒരു ചുക്കും അറിയില്ല എന്നാണ് ഗോവിന്ദ മാഷ് പറഞ്ഞത്. അല്ല അൻവറേട്ടാ, നിങ്ങൾ ഏത് പാവപ്പെട്ടവരുടെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് പിന്നെ ഇതിനൊക്കെ ഇറങ്ങി തിരിച്ചത്? ഈ സമൂഹത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ പ്രവർത്തിക്കുന്ന ചുമട്ട് തൊഴിലാളികള്, ഓട്ടോറിക്ഷ ഓടിക്കുന്നവര്, തെരുവോര കച്ചവടക്കാര്, ഈ തുടങ്ങിയിട്ടുള്ള സമൂഹത്തിന്റെ ഏറ്റവും പ്രയാസപ്പെടുന്ന ആളുകളുടെ വിഷയങ്ങളിൽ പാർട്ടി പ്രവർത്തകർ ഇടപെട്ട് അവർക്ക് ആശ്വാസം നൽകുന്ന പ്രവൃത്തിയുടെ ഭാഗമായിട്ട് ഈ പാർട്ടിയെ സ്നേഹിക്കുകയും ഈ പാർട്ടിക്ക് വേണ്ടി ജീവൻ കൊടുക്കുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ്. അൻവറേട്ടന്റെ കൂടെ സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകർ ഉണ്ടാവുന്നാണല്ലോ മൂപ്പര് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വരൂ, നിലമ്പൂരിലെ ആ സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകർ എന്താണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് പോയി നോക്കാം. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആ പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നത് ഈ പറയുന്ന ലോക്കൽ ലീഡേഴ്സാണ്. പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി പോലീസ് സ്റ്റേഷനിൽ വിളിക്കുകയാണ്. ഹലോ സാർ, CI സാറല്ലേ? സുഖാണ് സാർ, കുറേ ദിവസമായി മിണ്ടിയിട്ട്. പിന്നെ ഒരു ഓട്ടോറിക്ഷ പിടിച്ച പ്രശ്നം, പാവപ്പെട്ട സഖാവാണ്, എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ച അല്ലേ? ഈ സ്ഥിതിയായിട്ട് എത്രയായി? ഇതാ ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടല്ല. പക്ഷെ മുഖ്യമന്ത്രി പറഞ്ഞത് നിങ്ങൾ ആരുടെയൊക്കെയോ ചട്ട് കാണുന്നാണല്ലോ. ഈ പാവപ്പെട്ടവരുടെ കാര്യമൊന്നും മൂപ്പര് കേട്ടിട്ടില്ലേട്ടാ. പത്രസമ്മേളനം നിങ്ങൾ ശ്രദ്ധിച്ചാണ്.
നിങ്ങൾ ചോദിച്ചു മുഖ്യമന്ത്രിയോട്, ഈ കള്ളക്കടത്ത് സംഘം ഈ പറയുന്ന ആരോപണത്തിന്റെ പിന്നിൽ PV അൻവറാണോ നിങ്ങൾ ചോദിച്ചു. അപ്പോൾ പുള്ളി എന്ത് പറഞ്ഞു മുഖ്യമന്ത്രി? അത് നിങ്ങൾ പറ, ഞാനായിട്ട് പറയില്ല. എന്താണ് കേരളത്തിലെ പൊതുസമൂഹം വിലയിരുത്തിയത്? ഏതായാലും നമ്മളിപ്പോ ബന്ധം വിച്ഛേദിച്ച സ്ഥിതിക്ക് ആ സ്വർണ്ണക്കടത്ത് കേസ് മുഖ്യം പറഞ്ഞ പോലെ തന്നെയാണോ? ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുന്നു. ഒരു സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് ഈ പറയുന്ന കരിപ്പൂർ എയർപോർട്ടിൽ ഞാൻ ഉന്നയിച്ച ആരോപണങ്ങൾ, ഈ 188 കേസുകൾ ഹൈക്കോടതി ജഡ്ജിയുടെ സാന്നിധ്യത്തിൽ സത്യസന്ധരായ പോലീസ് ഉദ്യോഗസ്ഥരെ വെച്ച് അന്വേഷിക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തയ്യാറുണ്ടോ? 8 കൊല്ലമായിട്ട് നിങ്ങൾക്ക് ഈ പാർട്ടിനെ കുറിച്ച് ഒന്നും അറിയില്ല എന്നാണ് പാർട്ടി സെക്രട്ടറി പറയുന്നത്. പ്രിയപ്പെട്ട സഖാക്കളെ, എന്താണ് ഈ പാർട്ടി? നമുക്ക് അതൊന്ന് പറയാം. പാർട്ടി ലൈനിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ ഈ നേതാക്കന്മാർ. എന്താണ് ഈ പാർട്ടി? ഈ പാർട്ടി എന്തിനു വേണ്ടിയിട്ടുണ്ടായതാ? പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടവർ പാർട്ടിയിലാണ് ഉന്നയിക്കുക, ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെടുന്നവർ ഗവൺമെന്റിലാണ് ഉന്നയിക്കുക. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഈ നാട്ടിലെ സാധാരണക്കാർക്കും പാവങ്ങൾക്കും തൊഴിലാളികൾക്കും കഷ്ടപ്പെടുന്നവർക്കും നീതി നിഷേധിക്കുന്നവർക്കും വേണ്ടിയിട്ടുള്ള പരസ്യമായ നിലപാട് സ്വീകരിക്കുന്ന സമീപനം പാർട്ടി അംഗം കൂടിയല്ലാത്ത അൻവറിന്റെ സംഘടനാപരമായ പരിമിതിയാണ് കാണിക്കുന്നത് എന്ന് അന്ന് തന്നെ ചൂണ്ടിക്കാണിച്ചതാണ്. പോരാട്ടം നടത്തി അവരെ നീതി ഉറപ്പുവരുത്തി കൊടുക്കാനും സമൂഹത്തിലെ അവരുടെ പിന്നോക്കാവസ്ഥ മാറ്റി സമൂഹത്തിന്റെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരിക, അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിസ്ഥാനപരമായ തത്വം. രണ്ടുമായിട്ട് ബന്ധപ്പെടുന്നവർ ഗവൺമെന്റിലും പാർട്ടിയിലുമാണ് പ്രശ്നങ്ങൾ ഉന്നയിക്കുക. പാർട്ടിക്കാരൊന്നും കൂടെ ഉണ്ടാവില്ല എന്ന് ഉറപ്പായി. ഇനിയിപ്പോ പാർട്ടി വേദികളിൽ ഒരു മൈക്ക് അത് നിങ്ങൾ പ്രതീക്ഷിക്കണ്ട അൻവറേട്ടാ. അപ്പൊ പിന്നെ എന്താണ് ഇനി ഫ്യൂച്ചർ പ്ലാൻ? നിലമ്പൂരിൽ ഞാനൊരു ജീപ്പ് കെട്ടിയതിന്റെ മുകളിൽ കയറി എന്ന് ഞാൻ പറയും, അത്രേ പറയുന്നുള്ളൂ. 16 മണ്ഡലങ്ങളിൽ ഞാൻ പ്രസംഗിക്കാൻ പോവാ. 16 മണ്ഡലങ്ങളിലും ഒരു മഹീന്ദ്ര ജീപ്പിൽ 2 മൈക്കും കെട്ടിയിട്ട് പണ്ട് ഈ ലോട്ടറി വിൽക്കുന്നവനെ വിളിച്ചു പറഞ്ഞു നടക്കൂലേ, അതേപോലെ നടക്കാൻ പോവാ. ഇതുവരെ നിങ്ങൾ പറയണതൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇഷ്ടംപോലെ കോംറേഡ്സ് ഉണ്ടായിരുന്നു. ഇപ്പൊ പണ്ടത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒക്കെ നോക്കി ആളുകൾ ചിരിക്കാണ്. അപ്പൊ പിന്നെ ഇനി ആര് കേൾക്കാനാ ഈ മൈക്ക് കെട്ടി പ്രസംഗം? ഒരാളും വരണ്ട, എന്നിട്ട് ആളുണ്ടെങ്കിൽ മതിയെന്ന്. ഈ ജനത്തിന് ഇതിൽ താല്പര്യമില്ലെങ്കിൽ ഇപ്പോഴും ഈ പറയുന്ന മന്തിയും ഈ ചിക്കൻ മന്തിയും കുഴിമന്തിയും ഒക്കെ കഴിച്ച് ഇങ്ങനെ മലർന്ന് കിടക്കല്ലേ ചെറുപ്പക്കാര്. അപ്പൊ മുഖ്യമന്ത്രിക്കെതിരെ മാത്രമല്ല മന്ത്രിക്കെതിരെയും അൻവറേട്ടന് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ട് മന്തി കഴിച്ച് മലർന്നു കിടക്കുന്നവർ ശ്രദ്ധിക്കുക. മൈക്കും ജീപ്പുമായി അൻവറേട്ടൻ വരുന്നുണ്ട്. വഴിമാറുക. ഒരു സാമൂഹ്യ ബോധമില്ല, ഈ നാട്ടിൽ നടക്കുന്ന കാര്യത്തെക്കുറിച്ച് ഒരു ചിന്തയില്ല. അവരെ ഒന്ന് തട്ടി ഉണർത്താൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കുന്നു. നേരത്തെ സംശയിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. LDFന്റെ ശത്രുക്കൾ വ്യാപകമായി പ്രചരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം ഇന്നലെ പറയുന്നത് നാം കേട്ടു. പാർട്ടി പ്രവർത്തകർ തീരുമാനിച്ചോട്ടെ. ഉദ്ദേശം വ്യക്തമാണ്. ഞാൻ ആ പാർട്ടിക്കൊപ്പാണ്. അദ്ദേഹം തന്നെ അത് തുറന്നു പറഞ്ഞു. സ്വയമേവ പ്രഖ്യാപനവും നടത്തി. LDFൽ നിന്ന് വിട്ടുനിൽക്കുന്നു, നിയമസഭാ പാർട്ടിയിൽ പങ്കെടുക്കില്ല. ഞാൻ ആ പാർട്ടിക്കൊപ്പാണ്. മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ കുടുംബത്തെയും ഒറ്റപ്പെടുത്തുന്നതിനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായി രൂപപ്പെടുത്തിയതാണിത്. അത്ര യോജിപ്പ് ആര് തമ്മിൽ? ലീഡേഴ്സ് തമ്മിൽ കണ്ടുകൊണ്ടിരിക്കല്ലേ. ഇതിന് വലിയൊരു നാശം ഈ ഒരു ജനാധിപത്യ രാജ്യത്ത് കേരളത്തിന് അല്ലാതെ വേറെ ഒരു സ്റ്റേറ്റിൽ ഇത് കാണില്ല. അദ്ദേഹത്തിന്റെ അജണ്ട CPIM-നെ സംബന്ധിച്ചിടത്തോളം വ്യക്തതയുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് യാതൊരു അത്ഭുതവും ഇക്കാര്യത്തിലില്ല. ഇടതുപക്ഷം പിന്തുണയ്ക്കുന്ന MLA ആയിരുന്ന PV അൻവർ ഇനി മുതൽ വെറും PV അൻവർ ആയിരിക്കും. പുതിയ സംഘടനയെ കുറിച്ചൊക്കെ കുലങ്കശമായി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് മൂപ്പരിപ്പോ. അൻവറേട്ടൻ വെറും അൻവർ ആവുമ്പോൾ മൈക്ക് കെട്ടി പ്രസംഗിക്കാൻ ആള് കൂടുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. ഈ ബഹളങ്ങൾക്കിടയിൽ എൻ്റെ കാര്യം എല്ലാവരും മറന്നേന്ന് പറഞ്ഞ് സന്തോഷിച്ച് ഒളിച്ചിരിക്കണം വേറൊരാളുണ്ട് അപ്പുറത്ത്. ആരാ? സാക്ഷാൽ സിദ്ദിഖ്, കൊച്ചു കള്ളൻ. ഇപ്പോഴും ആർക്കും പിടികൊടുക്കാണ്ട് ഒളിച്ചിരിക്കാനല്ലേ. നിങ്ങളുടെ കാര്യം നമുക്ക് അങ്ങോട്ട് മറക്കാൻ പറ്റുമോ സിദ്ദിഖ്? ശ്രദ്ധിക്കുക, കേരളത്തിലെ ജയിലുകൾക്ക് വേണ്ടി സർക്കാർ കൂടുതൽ ഫണ്ട് ഇറക്കേണ്ടതാണ്. ജയിലിന്റെ എണ്ണം എത്രയും പെട്ടെന്ന് കൂട്ടണം. പിന്നല്ലാണ്ട് സിനിമയിൽ വെട്ടിത്തിളങ്ങിയിരുന്ന ചില സാമാന്യ നടന്മാർക്ക് തല ചായ്ക്കാനുള്ള ജയിലെങ്കിലും നമ്മൾ ബാങ്ക് കൊടുത്തില്ലെങ്കിൽ മോശമാണ് കേട്ടാ. അങ്ങനെ ഓരോരുത്തരായി അറസ്റ്റ് വരിച്ച് വരിയായി വരികയാണ്. സുഹൃത്തുക്കളെ,
മലയാള സിനിമയിലെ സ്ത്രീകളുടെ സുരക്ഷയ്ക്കും അവകാശങ്ങൾക്കും വേണ്ടി അഹോരാത്രം പ്രയത്നിച്ച സ്ത്രീകളുടെ പ്രശ്നങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയ യഥാർത്ഥ പുരുഷൻ ആരാണെന്നറിയോ? അതിന് കുറച്ച് വർഷങ്ങൾ പിന്നോട്ട് പോയെന്ന് നോക്കിയാൽ മതി. സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി വാതോരാതെ സംസാരിക്കുന്ന ഒരു പുണ്യ പുരുഷനെ നമുക്ക് അവിടെ കാണാം. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, മീറ്റു എന്ന് പറയുന്നത് നല്ല ക്യാമ്പയിനാണ്. എനിക്കെതിരെ ഒരാൾ ഒരു ഉപദ്രവം ചെയ്താൽ ഞാൻ അയാളുടെ പേര് വെളിപ്പെടുത്തുന്ന ഒരു പെൺകുട്ടി തീരുമാനിക്കുന്നത് അപ്പം അടിക്കണം. കാരണം നോക്കി, സ്ത്രീകൾക്കെതിരെ ആരെങ്കിലും അതിക്രമം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, കാരണം നോക്കി ഒറ്റ അടി കൊടുത്തു എന്നാണ് സിദ്ദിഖിക്ക പറയണത്. കാര്യം അത് നിയമപരമായിട്ട് തെറ്റാണെങ്കിലും സ്വയരക്ഷയ്ക്ക് വേണ്ടി ചെയ്യാലോ, അതാ സിദ്ദിഖിക്ക ഉദ്ദേശിച്ചത്. സ്ത്രീപക്ഷത്ത് ഇതുപോലെ സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറ്റണ വേറെ ആരുണ്ടോ ഇവിടെ? ഹി റേപ്ഡ് മീ. അയാള് എനിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹീസ് ആൻ അബ്യൂസർ. അതിനപ്പുറത്തേക്ക് എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതെല്ലാം ക്രിമിനൽ ആക്ടിവിറ്റീസ് ആണെന്ന് മിസ്റ്റർ സിദ്ദിഖ് പറയുന്നുണ്ട്. ഇത് ആരോട് ചെയ്താലും ഇതെല്ലാം ക്രിമിനൽ ആക്ടിവിറ്റീസ് ആണെന്നുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്ത് വിളിക്കുമെന്ന് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാം. അത് പിന്നെ പൊതുമധ്യത്തില് വേറെ മുഖം, സ്ത്രീകളുടെ അടുത്ത് വേറെ മുഖം. നമ്മുടെ സിദ്ദിഖിക്ക് അങ്ങനെയാ. ഒരു മികച്ച അഭിനേതാവ് അങ്ങനെയല്ലേ ചെയ്യണ്ടേ? എല്ലാം നല്ല രീതിയിൽ തന്നെ വരും. അമ്മയിൽ ശ്രദ്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. എല്ലാം നല്ല രീതിയിൽ തന്നെ വരും കേട്ടോ. ഇനിയും നല്ല നല്ല ശ്രമങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അമ്മയുടെ ഭാഗത്തു നിന്നുള്ള ഉണ്ടാവുകയുള്ളൂ. നിങ്ങളുടെയൊക്കെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവണം. താങ്ക് യു. എല്ലാം നല്ല രീതിയിൽ അവസാനിക്കണം. അതിനുവേണ്ടി സിദ്ദിഖിക്ക തൽക്കാലം ചെറുതായിട്ടൊന്ന് ഒളിവിൽ പോകുന്നുണ്ട് കേട്ടോ. സ്ത്രീ സുരക്ഷയെ കുറിച്ച് വാതോരാതെ സംസാരിക്കണ സിദ്ദിഖിക്ക വേറെ കുറ്റൊന്നും ചെയ്തിട്ടില്ല. ചെറുതായിട്ട് ലൈംഗികാതിക്രമ കേസുണ്ടായി, അത്ര ഉള്ളൂ. 20 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇപ്പൊ കുറേശ്ശെ ധൈര്യമെന്നൊന്നും പറയാൻ നിൽക്കരുത്. ഇപ്പം കേരള ജനത മുഴുവൻ ഉണ്ടാവും. ആ സെക്കൻഡിൽ പ്രതികരിക്കാൻ ശ്രമിക്കുന്നതാണ് എന്റെ അപേക്ഷ. സിദ്ദിഖിക്കയെ പോലൊരു നന്മമരം വേറെ ഇവിടെ ഉണ്ടോ? നന്മ കൂടി മൂപ്പർക്ക് ഇപ്പൊ നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത സ്ഥിതിയായി. പോലീസ് ഒന്ന് കണ്ടാൽ മതി, അറസ്റ്റ് ഉറപ്പാണ്. അതുകൊണ്ട് സിദ്ദിഖിക്ക ഓട്ടത്തോടോട്ടാണ്. പെട്ടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. അറസ്റ്റ് ഉറപ്പാണെന്ന് മനസ്സിലായപ്പോ മുങ്ങിയതാണ്. ഇതുവരെ മൂപ്പരുടെ ഒരു അഡ്രസ്സും ഇല്ല. സ്ത്രീ സുരക്ഷയെ കുറിച്ച് വാചാലനാവാൻ വേണ്ടി മാത്രമല്ല കേട്ടോ, പോലീസിനെ പറ്റിച്ച് അതിവിദഗ്ധമായി എങ്ങനെ ഒളിച്ചിരിക്കാം എന്നുള്ള കാര്യത്തിലും മൂപ്പര് അഗ്രഗണ്യനാണ്. സ്വന്തം വാഹനം ഒഴിവാക്കി അതിവിദഗ്ധമായിട്ടല്ലേ മൂപ്പര് താമസിച്ച സ്ഥലത്ത് നിന്ന് മുങ്ങിയത്. ഫോൺ സ്വിച്ച് ഓഫ്, വണ്ടിയുടെ GPS വരെ കേടാക്കിയിട്ടാണ് മൂപ്പര് മുങ്ങിയത്. വാവ്, വാട്ട് എ ബ്രില്യന്റ് മൂവ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഇതുപോലെ കിടന്ന് ഓടേണ്ടി വരുന്ന പാവം സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. ഇത് പുറത്തു വന്നു എന്നുള്ളൊരു വാർത്തയിലൂടെയുള്ള അറിവല്ലാതെ എന്താണ് റിപ്പോർട്ടെന്നോ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ എന്താണെന്നോ ഒന്നും ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഇത് ഏത് തരത്തിലാണ് ഞങ്ങളെ ബാധിക്കുന്നതെന്നോ ഏത് കാര്യത്തിനാണ് മറുപടി പറയേണ്ടതെന്നതിനെ പറ്റി വ്യക്തമായ ഒരു ധാരണയില്ല. അതാണ് പറ്റിപ്പോയെ. റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ സ്വന്തം കയ്യിലിരിപ്പ് എല്ലാവർക്കും മനസ്സിലാവുന്ന പുള്ളി കരുതിയേയില്ല. എന്തെങ്കിലും സൂചന കിട്ടിയിരുന്നെങ്കിൽ പാവത്തിന് അന്നേ മുങ്ങായിരുന്നു. വളരെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെതിരെ നടപടികൾ എടുക്കുന്നുണ്ട്. പോലീസ് പരാതിപ്പെടേണ്ട കാര്യം പോലീസ് പരാതിപ്പെടണം. അതെ, മലയാള സിനിമയിൽ എല്ലാവരും ഇങ്ങനെ മോശക്കാരാണെന്ന് വിചാരിക്കരുത് കേട്ടോ. സിദ്ദിഖിക്കനെ പോലുള്ള കുറച്ച് പേരുണ്ട്, അവരൊന്ന് സൂക്ഷിച്ചാൽ മതി. അതൊന്നും അനുവദിക്കാനേ പറ്റാത്ത കാര്യങ്ങളാണ്. അതൊന്നും ആരും ന്യായീകരിക്കാത്ത കാര്യങ്ങളാണ്. അതൊക്കെല്ലാം ക്രിമിനൽ ആക്ടിവിറ്റീസ് ആണ്. അതിനെതിരെ നടപടി എടുക്കേണ്ടത് തന്നെയാണ്. അതിലൊന്നും ഒരു എതിരഭിപ്രായവും ഇല്ല. നിയമ നടപടികൾക്കെല്ലാം എല്ലാം അനുകൂലമായി തന്നെ നമുക്ക് നിൽക്കാൻ സാധിക്കുള്ളൂ. കാരണം സിനിമ നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. ഒളിവിലിരുന്നുകൊണ്ട് മൂപ്പര് മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതിയിൽ എത്തിച്ചിട്ടുണ്ട് കേട്ടോ. അമ്മ സംഘടനയും WCCയും കാരണം ഞാൻ ബലിയാടായി, അല്ലാണ്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല എന്റെ പൊന്നു സാറേ എന്നാണ് സിദ്ദിഖ് ജാമ്യാപേക്ഷയിൽ പറഞ്ഞേക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോ ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പാവം പോലും കണ്ടിട്ടില്ലെന്ന് ഞാൻ ഇതിപ്പോഴല്ലെന്ന്. സിദ്ദിഖിക്ക് മുകേഷ് ഏട്ടനെ കണ്ടിട്ട് കുശുമ്പായി ഉണ്ടാവും. അതായിരിക്കും പുള്ളി ഒളിച്ചിരിക്കുന്നത്. പിന്നല്ലാണ്ട് മുകേഷിനെതിരെ ബലാത്സംഗ കുറ്റല്ലേ, എന്നിട്ട് മുകേഷിന് ജാമ്യം കിട്ടിയല്ലോ. അതവിടുത്തെ ന്യായം അല്ല പിന്നെ. പിന്നല്ലാതെ CPM-ന്റെ MLA ആകുമ്പോഴത്തേക്ക് കയറി ഇറങ്ങി അങ്ങോട്ട് എന്തെങ്കിലും പറയാമല്ലോ എന്നുള്ളതാണ്. എനിക്ക് വേറൊന്നും പറയാനില്ല. എനിക്ക് ഇപ്പോഴും ഓർമ്മയില്ല. അല്ലെങ്കിലോ നമ്മുടെ കോമ്രേഡ്സിന് പാർട്ടിയുടെ അകത്തൊന്നും തന്നെ 4 പാടുന്ന തലവേദനയാണ്. അതിന്റെ ഇടയിൽ കൂടെ ഇപ്പൊ മുകേഷിന്റെ വിഷയം. സർക്കാർ ഇത് എന്ത് നോക്കിയിരിക്കുകയാണ്? മുകേഷ് MLA-നെ ആ സ്ഥാനത്ത് നിന്ന് എത്രയും പെട്ടെന്ന് മാറ്റണം എന്നാണ് CPI പറയണത്. ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരിയാണ്, ഒരു CPI-ക്കാരി എന്ന നിലയിലും അതേപോലെ തന്നെ ദേശീയ മഹിളാ ഫെഡറേഷൻ്റെ ജനറൽ സെക്രട്ടറി എന്ന നിലയിലും അന്നും സംസാരിച്ചു, ഇന്നും അത് തന്നെയാണ് സംസാരിക്കുന്നത്. ആ കാര്യം തന്നെ അന്ന് പറഞ്ഞ അതേ കാര്യങ്ങൾ ആവർത്തിച്ച് സംസ്ഥാനത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനോട് ആവശ്യപ്പെടുകയും ചെയ്യുകയാണ്. ബലാത്സംഗ കുറ്റത്തിനാണ് ഇടതുപക്ഷത്ത് ഒരു MLA-നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനിയെങ്കിലും ആ കസേരയിൽ നിന്ന് ഇറങ്ങി തരുമോ? ധാർമ്മികതയുണ്ടെങ്കിൽ രാജിവെക്കുകയാണ് വേണ്ടത്. ഇപ്പം പിന്നെ CPM-ന് ധാർമ്മികത എന്ന് പറയുന്ന ഒന്നില്ലാത്തത് കൊണ്ട് ഞാനത് പ്രതീക്ഷിക്കുന്നില്ല. അല്ല, നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ. നമ്മളാരും നിയമത്തിന് അതീതരല്ല. എല്ലാവർക്കും നിയമം ബാധകമാണ്. അതുകൊണ്ട് നിയമം ആ വഴിക്ക് നീങ്ങട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതെ, സിദ്ദിഖിനെ അന്വേഷിച്ചിറങ്ങിയവരും മുകേഷിന്റെ രാജിക്കാര്യത്തെ കുറിച്ച് സംസാരിക്കുന്നവരും ഒന്നങ്ങോട്ട് മാറി നിൽക്കും. മാന്യന്മാർക്ക് ഇതിൽ കൂടെ വഴി നടക്കണം മിച്ചർ. പിന്നല്ലാണ്ട് ലൈംഗിക പീഡന പരാതിയിൽ അറസ്റ്റ് ചെയ്ത നമ്മുടെ ഇടവേള ബാബു ചേട്ടൻ നല്ല അന്തസ്സായിട്ട് വരണത് കണ്ടില്ലേ? മാറിക്കങ്ങോട്ടും.
കേരളത്തിലെ ജയിലിന്റെ വാതായനങ്ങൾ മലയാള സിനിമയിലെ ഒറിജിനൽ പ്രതികൾക്ക് വേണ്ടി മലർക്ക തുറന്നിട്ടിരിക്കുകയാണ്. തിക്കും തിരക്കും കൂട്ടാതെ എല്ലാവരും കടന്നു വരൂ. ഇനി ആരൊക്കെ ഇതുവഴി ഇതുപോലെ വരുമോ എന്തോ. സർക്കാർ വാലുമ്മ തീ പിടിച്ച് നിൽക്കുമ്പോൾ ഞാൻ പാർട്ടിയായിട്ട് പിണക്കാണെന്ന് പറഞ്ഞ് മുഖം വീർപ്പിച്ച് മാറിയിരിക്കണ EP-യുടെ വിശേഷങ്ങളിലേക്കാണ് അടുത്തത്. പിണക്കവും ഇണക്കവുമായി പാർട്ടിയിൽ ഇരുന്ന് ഒളിച്ചു കളിക്കാണ് കൊമ്രേഡ്സിനിടയിലെ തലമൂത്തൊരു പ്രമുഖൻ. ഒരാളുടെ പിണക്കത്തെ കുറിച്ചാണ് പറയാൻ പോണത്. ആരെക്കുറിച്ചാണെന്നറിയോ? ക്ലൂ തരാ. കണ്ണൂരിലില്ല, തിരുവനന്തപുരത്തുണ്ട്. എന്താണെന്നറിയോ? ഇടത് കാലുകൊണ്ട് ഗോളടിക്കണമെങ്കിൽ കളി കഴിഞ്ഞ് 2 കാലിലും നടന്ന് വീടെത്തണമെങ്കിൽ അങ്ങനെ പറഞ്ഞോണ്ടേ പോവാൻ പറ്റൂ. ഇപ്പൊ മനസ്സിലായ? അതായത് EP-യുടെ പിണക്കം കണ്ണൂരിലില്ല, എന്നാ തിരുവനന്തപുരത്തുണ്ട്. ഇനി ആർക്കെങ്കിലും വ്യക്തമാകാതിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ചാൽ അവർക്ക് വ്യക്തമാക്കി കൊടുക്കാൻ സാധിക്കില്ല. കാരണം ഉറങ്ങുന്നവരെ ഉണർത്താൻ കഴിയും, ഉറക്കം നടിക്കുന്നവരെ തട്ടി ഉണർത്താൻ സാധിക്കില്ല. അതുകൊണ്ട് ഇപ്പോൾ തട്ടി ഉണർത്താൻ ഉറങ്ങിക്കിടക്കുന്നവരെ മാത്രമേ കഴിയൂ എന്നുള്ളത് കൊണ്ട് പലരും ഉറക്കം നടിക്കുകയാണ്. അവർക്കാണിത് മനസ്സിലാകാത്തത്. കുറച്ചുകൂടി കാത്തിരിക്കൂ, അപ്പോഴെല്ലാം മനസ്സിലാകും. കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് പിന്നെ പാർട്ടിയോട് പിണക്കത്തിലായിരുന്നല്ലോ EP. അന്ന് നടന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിലൊന്നും മൂപ്പര് പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നടന്ന പാർട്ടി പരിപാടിയിൽ മൂപ്പര് പങ്കെടുത്തു. ചായയൊക്കെ കുടിച്ച് ചില്ലായിട്ടിരിക്കുകയായിരുന്നു. പക്ഷെ നേരം എടുത്തപ്പോൾ കാര്യം തലകുത്തനെയായി. പിന്നീട് തിരുവനന്തപുരത്ത് നടന്ന CPIM-ന്റെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മൂപ്പര് പങ്കെടുത്തില്ല. അതായത് തലേ ദിവസം വൈകിട്ട് പിണക്കം മാറി നല്ല കുട്ടിയായ EP പിറ്റേ ദിവസം വീണ്ടും പിണങ്ങി. ഇപ്പോൾ പ്രതികരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എല്ലാ വിഷയങ്ങളും ഇവിടെ വളരെ പ്രകടമായിട്ട് തന്നെ നിങ്ങൾ എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞു. കണ്ണൂരിൽ ഇണങ്ങിയും തിരുവനന്തപുരത്ത് പിണങ്ങിയും എത്ര നാൾ EP ഇങ്ങനെ പോകുന്നു കണ്ടറിയണം. എന്നാ ശരി, ബാക്കി വിശേഷങ്ങളുമായി ഇനി തിങ്കളാഴ്ച കാണാം. നന്ദി, നമസ്കാരം.